നിഖിലിന്റെ വിവാഹം കണ്ടപ്പോൾ എനിക്കിങ്ങനെ മോളെ തോന്നിയത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഈ ഒരു സംഭവത്തിനായിരുന്നല്ലോ ഈശ്വര എന്നെ അങ്ങനൊരു എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായതെന്ന് ഞാൻ. ഇത് ബലൂൺ ആണെങ്കിൽ കല്യാണത്തിന് ഉപയോഗിക്കാൻ എടുത്ത ബലൂണാണ്. അതുപോലും ഇത് തീരുന്നതിന് മുമ്പ് അവരുടെ ആത്മാവുതി ഈശ്വരൻ എടുത്തെന്നുള്ളതാ. അയ്യോ, എനിക്കറിയത്തില്ല മക്കളെ, എനിക്കറിയത്തില്ല. ഇതുപോലെ ആര് സഹിക്കും? ഇത് ഇങ്ങനെ സഹിക്കാൻ പറ്റും? നാളെ മോടെ ബർത്ത്ഡേ ആയിരുന്നു, അത് ആഘോഷിക്കാനിരുന്നത്. അതിനാ ഇന്നലെ പോയിട്ട് ഇന്ന് തന്നെ വന്നതെന്ന് പറയുന്നു. ഇവ നല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്ത രീതിയിൽ ഒരിക്കലും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. പിന്നെ മലേഷ്യക്ക് ഇട്ട് ഞങ്ങളൊരു ഹണിമൂൺ പോവാന്ന് പറഞ്ഞു. ഇവ നല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഇത്രയും നല്ല ശാന്ത സ്വഭാവക്കാരനായ നല്ലൊരു കുഞ്ഞിന് ദൈവം അവർക്ക് ഇത്ര നല്ലൊരു മോനെ ദാനമായിട്ട് നൽകിയല്ലോ എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അത്രയ്ക്കും നല്ല കുഞ്ഞായിരുന്നു. പള്ളിയിലായാലും സ്കൂളിലായാലും കോളേജിലായാലും എല്ലായിടത്തും നല്ല മാതൃകയായിട്ടുള്ള ഒരു മാതാപിതാക്കൾക്ക് അനുസരണയുള്ള ഒരു മകനായിരുന്നു. നല്ല ദൈവഭക്തിയുള്ള മകനായിരുന്നു. അതുപോലെ തന്നെ മോളും എൻ്റെ നാട്ടുകാരിയാ, പൂങ്കാവുകാരിയാ. ഒന്നിച്ചൊരു പള്ളി 30-ാം തീയതി ആയിരുന്നു, കഴിഞ്ഞ മാസം 30-ാം തീയതി ആയിരുന്നു. എല്ലാവരും പങ്കെടുത്ത് നല്ല രീതിയിൽ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹമായിരുന്നു. ഭയങ്കര ആഘോഷമായിരുന്നു. 10-12 അച്ഛന്മാരും തിരുമേനി എല്ലാവരും കൂടി സംബന്ധിച്ച് നല്ല മംഗളകരമായ ഒരു വിവാഹമാണ്. എന്തൊരു വിനയമാ, എന്തൊരു സൗമ്യതയാ. പാവങ്ങളൊന്നോ പണക്കാരൊന്നോ ഒന്നുമില്ലാത്ത ഒരു നല്ലൊരു മാതൃക കുടുംബമായിരുന്നു. മാതാപിതാക്കളെ അനുസരിക്കുന്ന മകനായിരുന്നു. ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. രാവിലെ TV ഓൺ ആക്കിയപ്പോഴേ ഈ സംഭവം കാണുന്നത്. ഒരിക്കലും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അതാണ് പോവാന്ന് പറഞ്ഞു. ഒരാഴ്ച തികച്ചായിട്ടില്ല. പിന്നെ മലേഷ്യക്ക് ഇട്ട് ഞങ്ങളൊരു ഹണിമൂൺ പോവാന്ന് പറഞ്ഞു. ആന്റി എന്നെ വിളിക്കുന്നത്. ഇത് ബലൂൺ ആണെങ്കിൽ കല്യാണത്തിന് ഉപയോഗിക്കാൻ എടുത്ത ബലൂണാണ്. അതുപോലും ഇത് തീരുന്നതിന് മുമ്പ് അവരുടെ ആത്മാവുതി ഈശ്വരൻ എടുത്തെന്നുള്ളതാ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് ഈ ഒരു മോളും മരുമോനും കുഞ്ഞും മാത്രം അവശേഷിച്ചു. അവരെ കുവൈറ്റിൽ അവര് തിരിച്ചു കാണും ഒരു പക്ഷെ. അയ്യോ, എനിക്കറിയത്തില്ല മക്കളെ, എനിക്കറിയത്തില്ല. ഇതുപോലെ ആര് സഹിക്കും? ഇത് ഇങ്ങനെ സഹിക്കാൻ പറ്റും? ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ രാവിലെയൊക്കെ ചിലപ്പോൾ എവിടോട്ടെങ്കിലും ഒരുങ്ങി പോകുന്നുണ്ടെ ആ മമ്മിയോട് പറയും, മമ്മി അപ്പുറത്തെ ആന്റിയെ കണ്ട ഒരു ടീച്ചറിന്റെ ലുക്ക് ആ മമ്മി ഒരുങ്ങി പോകുന്ന ആന്റി ഒരുങ്ങി പോകുന്ന കാണാനൊക്കെ ഉണ്ടെന്ന്. എപ്പോഴും ഈ മോൻ എന്നെ കുറിച്ച് കല്യാണത്തിന് തലേന്ന് ഞങ്ങളോട് ചെല്ലുമ്പോഴും എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, ആന്റി എനിക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റിയില്ല, കല്യാണ തിരക്കിലായിപ്പോയി പറയുന്നത്. എന്തോരം നല്ല, എനിക്കറിയത്തില്ല, എന്തൊരു വിനയമാ. ഇതുപോലത്തെ ചെറുപ്പക്കാരിപ്പം പിള്ളേരെ ഇപ്പം കിട്ടാൻ പാടാ. അത്രയ്ക്കും നല്ല കുഞ്ഞായിരുന്നു. അവൻ ആയുസ് ദൈവം കൊടുത്തില്ലല്ലോ. ദൈവം എന്തിനിങ്ങനെ ക്രൂരത? അതായിരുന്നു മോനെ. എന്നാലും അങ്ങനെയുള്ള ഒരു തല്ലിപ്പൊളി പയ്യനല്ലായിരുന്നു. അവര് പിന്നെ ഒന്നിച്ച് ഒരു പള്ളിയിലായിരുന്നു ഇടവക്കാർ. ഇല്ല മോനെ, എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് നാവില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ അറിയത്തില്ല, പറ്റത്തില്ല. ആയിരുന്നോ? എന്റെ മക്കളെ, എനിക്കറിയത്തില്ല. ഞാൻ പള്ളിക്കകത്തിരിക്കുമ്പോ ഈ കുഞ്ഞ് കയറി വരുമ്പോഴുണ്ടല്ലോ, പള്ളിക്കകത്തോട്ട് ഈ മോൻ കയറി വരുമ്പോ എനിക്കറിയത്തില്ല, സഹിക്കാൻ വയ്യാത്ത ഒരു ഭയങ്കര സങ്കടം എനിക്കുണ്ടായി. ഞാനത് വീട്ടിൽ വന്ന് പറയുക, എൻ്റെ കൊച്ചുമോളോട് ഞാൻ ഫോണിൽ കൂടെ പറയുന്നത്. നിഖിലിന്റെ വിവാഹം കണ്ടപ്പോൾ എനിക്കിങ്ങനെ മോളെ തോന്നിയത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഈ ഒരു സംഭവത്തിനായിരുന്നല്ലോ ഈശ്വര എന്നെ അങ്ങനൊരു എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനൊരു ഉൾവിളി ഉണ്ടായതെന്ന് ഞാൻ. മോനെ അവസ്ഥ ഈശ്വരൻ കൊടുത്തല്ലോ. അപ്പനെയും മോനെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയല്ലോ. അവിടെ അമ്മയും അപ്പനെയും മോളെയും കൂടെ. അതിന്റെ ഫാദർ എൻ്റെ അയൽവക്കക്കാരനാ. 5:30 മോനെ അറിഞ്ഞപ്പോ. അന്നേരം വിവരങ്ങളൊക്കെ അറിയുന്നത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് അല്ല, പിന്നെ മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കത് അറിഞ്ഞുകൂടാ. ഇന്ന് 15 ദിവസമേ ആയിട്ടുള്ളൂ. 30-ാം തീയതി ആയിരുന്നു കല്യാണം. പിന്നെ ഞങ്ങള് കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ എല്ലാരും നല്ല രീതിയിൽ സഹകരിച്ചു. എങ്ങനെ സഹിക്കാൻ പറ്റും? നല്ല നല്ല സഹകരണവും നല്ല സ്നേഹവും ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമിക്കല്ലാതെ എന്തെങ്കിലും പറ്റുമോ? ഒരുപാട് നാള് പ്രണയിച്ചാണ്. പ്രണയിച്ച് ഒന്നാവാൻ വേണ്ടി ഒന്നായി. അതിനായുസ് 2 ആഴ്ച മാത്രമേ ഉള്ളായിരുന്നു.
എന്ത് ചെയ്യാൻ നമ്മളിപ്പം വിഷമിക്കുക, അല്ല നമ്മൾ എന്ത് പറയാൻ പറ്റും ഇതിൻ്റെയൊക്കെ ബാക്കി. അമ്പൂറ്റി പിള്ളേരായിരുന്നില്ലേ? നല്ല 2 പിള്ളേർ, നല്ല സ്വഭാവമുള്ള 2 പിള്ളേർ, തള്ളയും തന്തയാനെ അതിനെക്കാട്ടി നല്ല മനുഷ്യര്. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടോട്ട് വന്ന് ഈ നമ്മുടെ അടുത്ത സ്ഥലത്ത് വന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വെക്കുന്ന കാര്യം വന്നു. അതുവരെ വണ്ടി ഓടിച്ച് വന്നിട്ടേ ചെയ്യാൻ പറ്റും. ഓരോ കാലക്കേട്. ഒരു 10 മിനിറ്റെങ്കിലും യാത്ര ചെയ്തെങ്കിൽ എത്തിയാനേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങൂ. ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തില്ല. അത്രയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച പോലും ആയില്ല. അവര് ഇത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇത് സംഭവിച്ചത്. ഇത് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വിഷമിക്കുക, അല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. ജീവിക്കാൻ ദൈവം അനുവദിച്ചില്ല, അതേ ഉള്ളു കാര്യം. ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഓർക്കും. ദൈവം ഇങ്ങനൊക്കെ ക്രൂരത ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ അല്ലാതെ നമ്മൾ പിന്നെ നല്ല മനുഷ്യർ. അവര് ഞങ്ങളുടെ അടുത്തല്ലേ, അതും വട്ടക്കുളഞ്ഞിലൊരു കൊച്ചാ, ഇതും ഇവിടെ അടുത്തുള്ള പയ്യനല്ലേ.